ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂടെ പേര് തങ്കമണി എന്നാണ്. തങ്കമണിയെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ എന്താണ് തങ്കമണി എന്നും, കാരണം ഒരു റിയൽ ആയിട്ട് നടന്നുള്ള സ്റ്റോറി നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നു. അപ്പോൾ തങ്കമണി എന്ന് പറയുന്ന നാടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ ഒരു വീഡിയോ തന്നെ മുന്നേ ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മീഡിയാസും പത്രത്തിലൊക്കെ പറഞ്ഞിരുന്നു തങ്കമണിയെ കുറിച്ച് ഇങ്ങനെ ചിത്രം സിനിമയാക്കാൻ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേക റിയലായിട്ട് പ്രേക്ഷകർ തോന്നണം, അല്ലെങ്കിൽ റിയലായിട്ട് കണ്ടു ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു ചിത്രം വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ചിത്രം നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ മൂവിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള രതീഷ് രഘുനന്ദനാണ് ഇതിൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതിന് മുൻ ചിത്രം ഉടലായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ നോക്കി വെച്ചാൽ RB ചൗധരി, റാഫി മത്തറ, സൂപ്പർ ഫിലിംസ് തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത്. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി എനിക്ക് തോന്നുന്നു സമീപകാലത്ത് മലയാള സിനിമയിൽ വെച്ച് ഇത്രയുടെ കാസ്റ്റിംഗ് കൂടിയ താരങ്ങളുള്ള ചിത്രം വേറെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പലവരും പേരുകൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ക്ഷമിക്കുക. കാശ് നോക്കിയ ജനപ്രിയ നായകനെ നമ്മുടെ ദിലീപാണ് ഇതിൽ നായകഥാപാത്രം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നായകഥാപാത്രമായി നോക്കിക്കഴിഞ്ഞാൽ പ്രതിഭ സുഭാഷ് ഇതിൽ പോലീസ് കഥാപാത്രമായി ചെയ്തിട്ടുള്ള ഒരു അന്യഭാഷ നടിയാണ്. ഗീതാ പിള്ളൈ, അജ്മൽ അമീർ, സുദേവ് നായർ, സന്തോഷ് കീഴാറ്റൂർ, കോട്ടയം രമേശൻ, സിദ്ദിഖ്, മാളക മേനോൻ, സമ്പത്ത് തുടങ്ങിയ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുള്ളത്. തങ്കമണിയെ കുറിച്ച് പറയുമ്പോൾ 1986 ഒരു നാടിനെ നടക്കിയ സംഭവമാണ് തങ്കമണി എന്ന് പറഞ്ഞുള്ള സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ബസ്സും ആ ബസ്സുമായി സംബന്ധിച്ച് നാട്ടിലെ തർക്കം കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് അന്ന് ഉണ്ടായിരുന്നത്. കാരണം ഒരു തങ്കമണി എന്ന് പറഞ്ഞുള്ള നാട്ടിൽ ബസ് പോകുന്നു. ആ ബസ് തങ്കമണിക്ക് ബസ് ചാർജ് വരെ ഈടാക്കിയിട്ട് പകുതി വഴിക്കെത്തി ഇറക്കി വിടുന്നു. കാരണം റോഡ് മോശമാണെന്ന് പറഞ്ഞ് ബസ് അങ്ങോട്ട് പോകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇറക്കി വിടുന്നു. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ സ്റ്റുഡൻസിനെ തല്ലുന്നു. തങ്കമണിത്തെ കുറച്ച് ചെറുപ്പക്കാർ തല്ലുന്നു. അതിൻ്റെ പേരിൽ നാട്ടുകാരെല്ലാം കൂടി ബസ് ഭീഷണിപ്പെടുത്തി തങ്കമണിയിലേക്ക് എത്തിക്കുന്നു. ബസ് തടഞ്ഞു വയ്ക്കുന്നു. ഇതിൻ്റെ ബസ് ഓണർ വന്ന് മാപ്പ് പറയാതെ ബസ് വിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ബസ് വിട്ടു കൊടുക്കാതെ ബസ് ആ സമയത്ത് കത്തിക്കുന്നു. പിന്നീട് പോലീസുകാരെ ഇടപെടുന്നു. പോലീസുകാരെ തല്ലുന്നു. പിന്നെ ഒരു നായാട്ടെന്ന് പറയാൻ സാധിക്കും. കാരണം അന്നത്തെ അവിടുത്തെ മന്ത്രിസഭയും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി തന്നെ ഈ ഒരു നാട് തന്നെ വെണ്ണീറാക്കി അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും. കാരണം അവിടുത്തെ പുരുഷന്മാരെല്ലാം ജയിലിലേക്ക് അടയ്ക്കുന്നു, തല്ലി ചതിക്കുന്നു, സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്യുന്നു, ഒരു നാട് തന്നെ അടിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം മുതലെടുത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും മുതലെടുക്കുന്നു. കാരണം ഈ ഒരു നാടിനെ മൊത്തം സ്ത്രീകളെല്ലാം ബലാത്സംഗം നേടുന്നു. ആ വോട്ട് മുതലെടുത്ത് അന്നത്തെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇന്നും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ ഇലക്ഷൻ ജയിച്ചോടുകൂടി ഇതെല്ലാം കീഴ്മേലും മറിയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സൂക്ഷനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സർവീസിൽ വീണ്ടും തിരിച്ചെടുക്കുന്നു. അതും വീണ്ടും ചിലർക്ക് ഉയർന്ന പ്രൊമോഷനോട് കൂടി എടുക്കുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ തങ്കമണി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അതിലൊരു കഥാപാത്രം നമ്മുടെ ജോഷോ മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ ദിലീപ് അതിർക്കുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ജോഷോയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു റിവഞ്ച് സ്റ്റോറിയാണ് ഇതിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം വിജയിച്ചു എന്നൊക്കെ ആണെങ്കിൽ അതിൽ മേക്കിങ്ങിൽ എത്രത്തോളം സക്സസ് ആയെന്ന് പറയാൻ വേണ്ടി സാധിക്കും. മേക്കിങ്ങിനെ കുറിച്ച് പറയാച്ചെങ്കിൽ ഒന്നുമില്ല എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഡാഷ് നോക്കിയായിരുന്നു, പക്ഷെ അത് എടുത്തുള്ള രീതിയിലെല്ലാം പല ഭാഗത്തും ഭയങ്കര പാളിച്ച് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എനിക്ക് തോന്നുന്നു ഒട്ടും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം പല ഭാഗത്തും ഒരു ഹൈ ലോ ആയിട്ടാണ് കയറി പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ പ്രകടനം ചില ഭാഗത്തൊക്കെ ഓക്കെ ലെവലാണെങ്കിൽ പോലും പിന്നീട് അടുത്ത സീൻ വരുമ്പോൾ അത് വീണ്ടും ഡൗൺ ആയി പോകുന്നു. ഒട്ടും തന്നെ ഒരു കയറ്റം മറക്കുള്ള രീതിയിൽ തന്നെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഓരോ പ്രശ്നം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിങ്ങിൻ്റെ രീതിയൊക്കെ വളരെ മോശം തന്നെയായിരുന്നു. പക്ഷെ ഇതിന് പിടിച്ചെടുത്താൻ ശ്രമിക്കുന്ന വെച്ചാൽ BGM ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു BGM സ്കോറും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തന്നെ സന്ദർഭത്തിനനുസരിച്ച് ചേർന്ന് പോകുന്നുണ്ട്. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴുള്ള രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് പോകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ട് അതിൻ്റെ BGM കാര്യങ്ങളിലേക്ക് തോന്നി. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു ഘടകമായിട്ട് ഇതിൻ്റെ സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇത്രയേറെ നടന്നുള്ള സംഭവം അത് പ്രേക്ഷകരിൽ എത്തിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചു. കാരണം ആ ചെറിയൊരു പോർഷൻ ഉണ്ട്. കാരണം അന്ന് നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ നാട് നടക്കിയ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ആ രീതി എടുത്തു വെച്ചുള്ള ആ കുറച്ച് പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് ആ ഭാഗം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞ ചിത്രത്തിലോട്ട് ഒന്നും തന്നെയില്ല. കാരണം നമുക്ക് അമിത പ്രതീക്ഷയല്ലാതെ പ്രതീക്ഷകൾ ഒച്ചുവെച്ചാൽ ഓരോ പ്രശ്നം കാണുന്നുണ്ടാവുക. ആ പ്രതീക്ഷ അമിതമായിട്ട് ഒഴിവാക്കിയാൽ പോലും എവിടെയും സംതൃപ്തിപ്പെടുത്താവുന്ന ഒരു ഓക്കെ ലെവൽ സീൻസ് ഒന്നും തന്നെ എവിടെയും ഇല്ല എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം തുടക്കം തന്നെ നമ്മുടെ ദിലീപിൻ്റെ ഇൻട്രോ സീൻസ് ഒക്കെ വളരെ സ്ലോ അല്ലെങ്കിൽ പഴയൊരു മേക്കിംഗ് രീതിയിലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല. ഒരു പറയുന്ന ആ പവർ കുറച്ച് ഏജിലുള്ള കഥാപാത്രമായിട്ടാണ് ആൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ കാണുന്ന ഒരു പവറോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് അദ്ദേഹം പറഞ്ഞുള്ള ഭാഗങ്ങളൊന്നും പ്രശ്നത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എത്തുന്നതിൽ വളരെ നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതുപോലെ ദിലീപിൻ്റെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്, ഫ്ലാഷ് ബാക്കിലെ കാലഘട്ടം. അതൊരു ഓക്കെ ലെവൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതിൽ വരുന്ന ചില ഇമോഷൻ സീൻസൊക്കെ ഓക്കെ തന്നെയായിരുന്നു. അതിലും കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അതുപോലെ നിതാ പിള്ള എന്ന് പറയുന്ന നമ്മുടെ ഒരു പൂമരത്തിൽ നായക കഥാപാത്രം ചെയ്തുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർ ചെയ്തുള്ള കഥാപാത്രം ഒരു നല്ലൊരു ഓക്കെ ലെവൽ എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ഡബ്ബിങ് എന്നറിയില്ല, ആ ഡബ്ബിങ് നല്ല തന്നെ ഇഷ്ടപ്പെട്ടു. പ്രകടനങ്ങളും ഒക്കെ നല്ല പ്രകടനം തന്നെയാണ് എടുത്തുള്ളത്. പക്ഷേ ചില ഭാഗത്തൊക്കെ ഡൗൺ ആക്കുന്നുണ്ട്. ഇതിൽ അതുപോലെ തന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് മറ്റൊരു ഘടകമായിട്ട് പ്രഭിത സുഭാഷാണ്, അന്യഭാഷ നടിയാണ്. എങ്കിൽ പോലും ഡബ്ബിങ് നല്ല ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു IPS ഓഫീസറാണ്, ഇങ്ങനൊരു സ്റ്റോറി പറയുമ്പോൾ നമ്മുടെ ഇതിലെ പോലെ തന്നെ നായകനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ബാന്ദ്ര പോലെ തന്നെയാണ്. കാരണം നായകനെ അന്വേഷിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്നു 3 ഇൻസിഡൻറ്റുകൾ. അപ്പോൾ അങ്ങനെ കൊലപാതകം നടക്കുന്ന സമയത്ത് നായകനെ അല്ലെങ്കിൽ ആരാണ് ആ കൊലപാതകം ചെയ്യുന്നുള്ള അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവസാനം എത്തിപ്പെട്ട് ഇവരുടെ സ്റ്റോറി കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ നായകല്ല, ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ട്, അതായത് പ്രഭിത ചെയ്ത കഥാപാത്രം ഇമോഷണലായിട്ട് കരയുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ദിലീപിനോട് കുറച്ച് ഫ്ലാഷ് ബാക്കിൽ കഥ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണീര് പരമ്പര കേട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആ ടൈമിൽ ഒരു പോലീസുകാർ ചിത്രീകരിച്ചത്. അത് കുറച്ച് വേണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അജ്മൽ അമീർ ഉണ്ട് ഇതിൽ, കാരണം അദ്ദേഹത്തിന് വീണ്ടും ഒന്നും ചെയ്യാനില്ല, കുറേ ഏർപ്പെടുത്തും, കുറേ ഓടുന്നു, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ സന്തോഷ് കിയാറ്റുണ്ട്. സന്തോഷ് കിയാറ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മരിക്കാത്ത കുറേ കാലം ശേഷം ഒരു ചിത്രം വേണമെങ്കിൽ നമ്മുടെ തങ്കമണി എന്ന് പറയാൻ സാധിക്കും. പിന്നെ മനോജ് കെ ജയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു പഴയ ഒരു പ്രമാണമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം കണ്ടപ്പോൾ ഒട്ടും തന്നെ ഇംപ്രസീവായി തോന്നിയില്ല, ഒട്ടും തന്നെ ഒരു ഏൽക്കാത്ത പോലെ തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ പോകുന്നത് ഒരു കഥാപാത്രമായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം ഒരു അവസാനം ഇതിൽ ക്ലൈമാക്സിനാണെങ്കിലും മടക്കി വരുന്ന ഭാഗങ്ങളായിരിക്കും ഒട്ടും തന്നെ ഒരു ടച്ചായില്ല. അതുപോലെ തന്നെ സുദേവ് നായരുണ്ട്. സുധിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും തന്നെ ഇല്ല, കാരണം ഡയലോഗ് വളരെ കുറവ് തന്നെയാണ്. അസീസ് ഉണ്ട്, പേര് വിട്ടുപോയതാണ് ദിലീപിന് കൂട്ടാനായിട്ട് ചെയ്യുന്ന കഥാപാത്രം. അദ്ദേഹത്തിനൊന്നും ചെയ്യാറുന്നില്ല, അദ്ദേഹം ഒരു ചുമക്കുന്ന കഥാപാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. സിദ്ദിഖ് ഉണ്ട്, ഒരു ഒരു ഓഫീസറായിട്ടാണ് സിദ്ദിഖ് വന്നിട്ടുള്ളത്. സിദ്ദിഖിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം ഒരുപാട് താരങ്ങളുണ്ടെങ്കിലും കാസ്റ്റിംഗ് ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രമായിട്ടാണ് പോയിട്ടുള്ളത്. കോട്ടയം രമേശനുണ്ട്. കോട്ടയം രമേശനും ഒരു ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കോട്ടയം രമേശൻ വന്നിട്ടുള്ളത്. പിന്നെ സമ്പത്തിൻ്റെ പ്രകടനം ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ തോന്നും, അത്ര ദേഷ്യം തോന്നുന്ന കഥാപാത്രമാണ്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥാപാത്രം വെച്ചാൽ നമ്മുടെ ലൂസിഫറിലെ തലയാവാല നമ്മുടെ ലാറട്ടിന് ചോദിക്കില്ലേ, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അദ്ദേഹം നല്ലൊരു വേഷം തന്നെയാണ് ചെയ്തത്. അതുപോലെ സ്ഫടികത്തിൽ നമ്മുടെ ലാറട്ടിനെ ബോട്ടിൽ വെച്ച് കുത്തുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറേ ചെറിയ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ മാളവിക മേനോൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇമോഷണലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ ഫ്ലാഷ് ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ പ്രകടനം തന്നെയാണ്. കുറച്ച് ഏജിലായിട്ട് വന്നപ്പോൾ ഞാൻ മുന്നേ തന്നെ ടീച്ചർ വന്നപ്പോൾ പറഞ്ഞിരുന്നു, അതൊട്ടും തന്നെ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു റിയൽ ബേസിലെ ഒരു ഇമോഷണലായിട്ടുള്ള മൂവിയിൽ ഒരു കുറേ വർഷം ശേഷം റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് കുറച്ച് മാസം കാര്യങ്ങളും കുറച്ച് കൊടുക്കുന്നു, കുറച്ച് ഫൈറ്റ് സീൻ കൊടുക്കുന്നു. ഫൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ അവസാന ക്ലൈമാക്സും സെക്കൻഡ് ഹാഫിലും വരുന്ന ഒരു ഫൈറ്റും ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് സീനായിരിക്കും അത്യാവശ്യം അധ്വാനമായിട്ട് എടുത്തുള്ളത്. പിന്നെ PG-മായിട്ട് ഒരു കാട്ടിലൂടെ ഫോറസ്റ്റിലൂടെ കുറേ പോലീസുകാർ ഓടിക്കുന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ രീതിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ടൈറ്റിൽ വർക്ക് ലെവൽ തന്നെയാണ്. ആ ടൈറ്റിൽ കൊട്ടുന്നൊരു ഫീല് ഇതിൻ്റെ എന്താ പറയുക, ഒരു കാണുന്ന പ്രേക്ഷകനിലേക്ക് കണ്ടിന്യൂ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എത്തുന്നില്ല, അവർ പോരാമെന്ന് എനിക്ക് തോന്നി. കാരണം ടൈറ്റിലും തൊട്ട് അവരുടെ ടൈംസ് കാർഡും ഇതിൽ ഓരോ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതിന് തീം സോങ്ങോട് കൂടിയിട്ടാണ് എടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ ആ തീമും കാര്യങ്ങളൊക്കെ തുടക്കുന്നിട്ട് ഈ ഡയലോഗ് പറയുമ്പോഴേക്കും ഓക്കെ ലെവൽ തന്നെയായിരുന്നു. എന്താണ് തങ്കമണി എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അത് ഓക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബാൻഡ് സ്കോറും കാര്യങ്ങളെല്ലാം ഒരു ഓക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ പാട്ടുകൾ അത്യാവശ്യം ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. ഈ പഴയൊരു കാലഘട്ടത്തിൽ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഡ്രസ്സിങ് ആണെങ്കിലും അതിൻ്റെ എടുത്തുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരക്കഥയിലൊരു പോരായ്മ, റിയൽ ബേസ്ഡ് സ്റ്റോറി ആണെങ്കിൽ പോലും ഈ കാണുമ്പോൾ ചില ഭാഗത്തുനിന്ന് പിടിച്ചിരുത്താൻ ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നി. അതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ദുരന്തം എടുത്തു വെച്ചിട്ട് മഹാദുരന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയുന്നു. അതും വളരെ സിമ്പിളാക്കി ഒട്ടും തന്നെ അടുത്ത് എന്ത് എന്നുള്ള രീതിയിൽ തന്നെ ഒന്നും എത്തിച്ച് നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നൊക്കെ. കാരണം ഓൾറെഡി ഇവിടെ തന്നെ വെളിപ്പെടുത്തുന്ന സംഗമടി നാട്ടിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ആരായിരിക്കും ഇതിനെ ഓരോരുത്തരെ കൊന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാമെന്നുള്ളൂ. ഓൾറെഡി ഒരു ഫ്ലാറ്റായി പോലുള്ള തിരക്കഥയിലുള്ള വളരെ ഒരു പോരായ്മ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. നെഗറ്റീവിലോട്ട് എടുത്ത് പറയുമ്പോൾ അതുപോലെ മേക്കിംഗ് നല്ല പോലെ ചിലയിടത്തൊക്കെ പാടിയിട്ടുണ്ട്.
അതുപോലെ ഡയലോഗ് എന്ന് വെച്ചാൽ പഴയൊരു കാലഘട്ടത്തിലെ ഡയലോഗ് തന്നെയാണെങ്കിലും പുതിയൊരു കാലഘട്ടത്തിൽ വരിക്കുന്നുണ്ട്. നമ്മുടെ മേജർ ജേവിക്ക് ഇതിൽ കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ ഇംപ്രസീവ് ആയിരുന്നല്ലോ, ഒട്ടും തന്നെ ഒന്നും ഇത് തോന്നിയില്ല. ഇതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് തന്നെയായിരുന്നു. കാരണം ഒട്ടും തന്നെ ഒരു ആപ്റ്റായിട്ട് പല കഥാപാത്രങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് താരങ്ങളും പുതുമുഖ താരങ്ങളും എല്ലാവരും ഉണ്ട്. എടുത്താൽ പൊന്താത്ത കഥാപാത്രമൊക്കെ ചെയ്യുന്ന കുറേ പോലീസുകാരുടെ വേഷമൊക്കെ ഉണ്ട്. കോമഡിയാണ് ചില പോലീസുകാരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ടൊന്നും സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ തങ്കമണിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പണ്ട് നടന്നിട്ടുള്ള ഒരു ദുരന്തം അത് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ഒരു മഹാദുരന്തമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ള കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ തിരക്കഥയിലും മേക്കിങ്ങും ഒരു പാളിച്ച് തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ തങ്കമണി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ എടുത്ത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പോലീസുകാർ എന്താ പറയുക, അന്ന് രാത്രി നടന്ന തങ്കമണി നടന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു നരനായകൻ്റെ കഥകളൊക്കെ. ആ എടുത്തു വെച്ചാൽ കുറച്ച് സ്പേസ് അത് എടുത്ത് പറഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവ് പറഞ്ഞ ഒരു ഒറ്റ ഘടകം തന്നെയായിരിക്കും. ആ സീൻസും ആ ഭാഗം മാത്രം നല്ല രീതിയിൽ തന്നെ ഒരു ഇമോഷണൽസും നല്ല രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ചുള്ള കാര്യം ആ ചെറിയൊരു പോർഷൻ തന്നെയാണ്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവാൻ സാധിച്ചു. ബാക്കിയുള്ള രീതിയിൽ തുടക്കമോ അല്ലെങ്കിൽ ഒടുക്കോ ഒട്ടും തന്നെ ഇല്ല. ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രണയം, കുറച്ച് ഇമോഷൻസും പഴയ മേക്ക് രീതിയും പണ്ടത്തെ പ്രണയം അല്ലെങ്കിൽ എന്താ പറയുക തിരിച്ചു വരുന്ന കാമുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ സ്പോയിലറാക്കുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, പഴയൊരു ദുരന്തത്തെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വെച്ച് മഹാദുരന്തമാക്കി കളഞ്ഞൊരു അവസ്ഥയാണ് തങ്കമണി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ഒരു ആവറേജ് ആണ് എനിക്ക് തോന്നും. ആവറേജ് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പേസ്, ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്പേസും അന്നത്തെ രാത്രി നടന്ന പോലീസിൻ്റെ ഒരു നരനായാട്ടിൻ്റെ ഒരു സംഭവം ചിത്രീകരിക്കാൻ സാധിച്ച ധൈര്യം, അതുപോലെ തന്നെ എന്താ പറയുക അടുത്തുള്ള രീതിയുണ്ട് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രം അതൊരു ഏവറേജ് അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തോന്നിയത്. അല്ലെങ്കിൽ ഒട്ടും തന്നെ വളരെ ഡൗൺ ആയി പോയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള സംഭവിച്ചിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.